Once again, welcome back to KC's Classes. KC's ക്ലാസ്സസിൻ്റെയും ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. UGC നെറ്റ് കോമേഴ്സിൻ്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ 75 ചോദ്യങ്ങൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചു. നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങളിലോട്ടാണ് നമുക്ക് കിടക്കേണ്ടത്. ഇക്കണോമിക്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനേക്കാൾ മുമ്പുള്ള ക്ലാസ്സസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം UGC നെറ്റ് കോമേഴ്സിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. റെക്കോർഡുള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടി എൻറ്റയർ സപ്പോർട്ട് അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് UGC നെറ്റ് കോമേഴ്സ് ക്ലിയർ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ നമ്പർ 76. മാത്സ് ദ ഫോളോയിങ് ആണ് കേട്ടോ. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഫോർമുല പറഞ്ഞിട്ടുണ്ട്. ഫോർമുല അറിയാമെന്നുള്ളതാണ്, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഫോർമുല മാർജിനൽ യൂട്ടിലിറ്റി, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് നോക്കാം നമുക്ക്. അതിന് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റിയുടെ സമ്മേഷൻ ആണ്. ഇതിൻ്റെ നേരെയുള്ള തന്നെയാണ് എൻ്റെ ഇക്വേഷൻ വരാം. മാർജിനൽ യൂട്ടിലിറ്റി 1 2 എൻ്റെ സമ്മേഷൻ ആണ്. എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ സമ്മേഷൻ ഡിറൈവ്ഡ് ഫ്രം ദി മാർജിനൽ യൂട്ടിലിറ്റി ടോട്ടലാണ്. സോ ആയിട്ടാണ് വരാം. നെക്സ്റ്റ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? അഡീഷണൽ ടു ടോട്ടൽ യൂട്ടിലിറ്റി അല്ലേ? ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് ഉള്ളതിൽ അഡീഷണൽ ആയിട്ടുള്ള എന്താണ് യൂട്ടിലിറ്റിയിൽ നിന്ന് കിട്ടുന്നതിനെയാണ് നമ്മൾ മാർജിനൽ എന്ന് പറയാം. ടോട്ടൽ ടു അഡീഷണൽ 1 അതിനല്ലേ നമ്മൾ മാർജിനൽ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കേട്ടോ രണ്ടാമത് കാണുന്നത്. രണ്ടും സെയിം തന്നെയാണ്. നെക്സ്റ്റ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാ അവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി. അപ്പോഴല്ലേ ആവറേജ് കിട്ടുക, ടോട്ടൽ ഡിവൈഡ് ബൈ. നെക്സ്റ്റ് മാർജിനൽ അഡീഷണൽ ടു ടോട്ടൽ ആണ് മാർജിനൽ. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ A എന്ന് പറയുമ്പോൾ 1 വരും. A 1 ഓക്കെ. B 2 ആണ് വരിക. C 4 ആണ് വരിക, കറക്റ്റാണ്. D 3. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ വേറെ ഒന്നും പറയാനില്ല. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ അറിഞ്ഞാൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 77 നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് എക്സാമ്പിൾസ് ഓഫ് ബിസിനസ് സൈക്കിൾസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓൾഡ് ടു ന്യൂ. താഴെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഉണ്ടായത് ഏതാണ് ക്രോണോളജിക്കൽ ഓർഡറിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്പർ 1 .com bubble burst, then Great Depression, COVID pandemic, global financial crisis. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം ഗ്രേറ്റ് ഡിപ്രഷൻ 1929 ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ അതാ വരാം 1929. ദെൻ നെക്സ്റ്റ് നമുക്ക് .com ബബിൾ ബേസ്റ്റ് ഉണ്ട്, പിന്നെ ഫിനാൻഷ്യൽ. .com ബബിൾ ബേസ്റ്റ് ആണ് ആദ്യത്തെ. ഇതിനായിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2000 2002 ആ ഒരു ടൈമിൽ ടെക് കമ്പനികൾ ആകെ ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ. 2000 2002 അങ്ങനെ വരുന്നത്. 2002 ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ വാൾ സ്ട്രീറ്റ് അല്ലെങ്കിൽ മൊത്തത്തിൽ സ്റ്റോക്കുകളൊക്കെ ഇടിയുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഓർഡറിലോട്ട് പോകുമ്പോൾ രണ്ടാമത് വരുന്നത് അതാണ്. പിന്നെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് 2007 2008 അല്ലേ? കോവിഡ് പാൻഡമിക് 2020 അല്ലേ? അപ്പോൾ ഓർഡർ പോവുകയാണെങ്കിൽ BADC അതല്ല വരാം. ഓപ്ഷൻ 2 ആണ് ആൻസർ. BADC. ഓക്കെ, കുറച്ച് ഈസി ചോദ്യമായിരുന്നു. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ ഡിമാൻഡ്. ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമർ,
ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ സൈസ് ഓഫ് പോപ്പുലേഷൻ 4 വരില്ലേ. പ്രൈസ് നിർബന്ധമായും വരും. ഇൻകം കൺസ്യൂമറുടെ ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ വരും. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും വരും, പോപ്പുലേഷൻ്റെ സൈസും വരും. 4 വരും. ABCD 4 വരും. ഓപ്ഷൻ 4 ആണ് ആൻസർ വരാം. അത് വളരെ ഈസി ചോദ്യം അല്ലേ. 4 വരും. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 79. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പാർട്ട് ഓഫ് മൈക്രോ എക്കണോമിക്സ്? മൈക്രോ എന്ന് പറയുമ്പോൾ നാരോ, മാക്രോ, ബ്രോഡ് അറിയുന്നതാണ്. മൈക്രോ എക്കണോമിക്സിന്റെ പാർട്ടായിട്ടുള്ളത്. നമ്പർ 1 പ്രൊഡക്റ്റ് പ്രൈസിങ്, കൺസ്യൂമർ ബിഹേവിയർ, ഇൻട്രസ്റ്റ് റേറ്റ്, ഫാക്ടർ പ്രൈസിങ്. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാന്ന് പറയുമ്പോൾ അല്ലേ മൈക്രോ ആണ്. ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മൈക്രോ ആണ്. മൈക്രോ. കൺസ്യൂമർ ബിഹേവിയർ റിലേറ്റഡ് ടു അല്ലെ കൺസ്യൂമർ, മൈക്രോ. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ മാക്രോ ആണ്. ഗ്ലോബൽ ഇക്കണോമിക് സിറ്റുവേഷൻ ഒക്കെ അനുസരിച്ചിട്ടല്ല പലപ്പോഴും ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കപ്പെടാം. മാക്രോ ആണ് വരിക ഇൻട്രസ്റ്റ് റേറ്റ്, നോട്ട് ആക്ച്വലി മൈക്രോ. ഫാക്ടർ പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇതിൻ്റെ ഒക്കെ ആക്ച്വലി മൈക്രോ ആണ് വരിക. മൈക്രോ ഓരോന്നിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ അല്ല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ മൈക്രോ. അപ്പോൾ ABD അത് 3 മൈക്രോയിൽ വരാം, C വരില്ല. അപ്പോൾ അത് കാരണം നമ്മൾ പറഞ്ഞു പലപ്പോഴും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ തീരുമാനിക്കപ്പെടുന്നത് അല്ലേ ലോകത്തിൽ നടക്കുന്ന ഇക്കണോമിക് സിറ്റുവേഷൻസിൻ്റെ ചേഞ്ചസ്, ഇപ്പോൾ പറഞ്ഞ പോലെ അല്ല സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ചേഞ്ചസ്, ഇതൊക്കെ അനുസരിച്ചിട്ടുള്ള അതിൻ്റെ ബേസിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കപ്പെടുക. അപ്പോൾ ABD ആണ് വരിക. ABD എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചോദ്യം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 80. അവിടെ മാക്രോ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഏരിയാസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ഇതിൻ്റെ നേരെ ഉൾട്ടയാണ്, ഓപ്പോസിറ്റ് അല്ലേ, ബ്രോഡായിട്ടുള്ള കാര്യങ്ങളാണ്. നാഷണൽ ഇൻകം മാക്രോ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മാക്രോ, ലെവൽ ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാക്രോ ആണ് അല്ലേ. ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി മൈക്രോ, സ്ഥാപനത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള. ബിഹേവിയർ ഓഫ് ഫേംസ് മൈക്രോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം നാഷണൽ ഇൻകം മാക്രോ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മാക്രോ, ലെവൽ ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മാക്രോ. ആദ്യത്തെ 3 മാക്രോ, ഇത് 2 മൈക്രോ. അപ്പോൾ ഇവിടെ ആൻസർ വരാ ABC ആണ്, ഓപ്ഷൻ A ആണ് ആൻസർ. ഇന്നത്തെ എക്കണോമിക്സിലത്തെ കുറച്ച് ഈസിയസ്റ്റ് ചോദ്യങ്ങളാണ് വന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ഐഡിയ ഉള്ളൊരു സ്റ്റുഡൻറ്റിനെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. സോ ദാറ്റ്സ് അബൌട്ട് എക്കണോമിക്സിലത്തെ ഇന്നത്തെ ഡിസ്കഷൻ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് 81 മുതലുള്ള ചോദ്യങ്ങളാണ് കാണാനുള്ള. അപ്പോൾ അത് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റലിനൊക്കെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ. കമ്പനി അക്കൗണ്ട്സ് അല്ല ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ബിസിനസ് ഫിനാൻസ് ആണ്, അതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാനുള്ള കേട്ടോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ ബാച്ചിന് ഓൺലൈൻ ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.